എൻഗേജ്മെന്റ് വർക്കായിരുന്നു. അങ്ങനെ വർക്കിന് പോകുന്ന വഴി ഇങ്ങനെ പെട്രോൾ പമ്പിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇക്കാരെ കയ്യിലാണെങ്കിൽ ഒരു ടാറ്റു പോലെ ഒരു സാധനം ചെയ്തായിരുന്നു. അങ്ങനെ ഇക്കാരെ കൈ കണ്ടിട്ട് പമ്പിലെ ചേച്ചിയാണെങ്കിൽ ഇത് മൈലാഞ്ചിയാണോ അതോ ടാറ്റു ആണോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ പേര് ഗീതിക എന്നാണ്. ആൾ ചൂസ് ചെയ്തത് ബിഗ് ബി ഇൻസ്റ്റന്റ് കോണാണ്. ആൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻക്വയറി ചെയ്ത ടൈമിൽ തന്നെ ആൾ എൻഗേജ്മെന്റിനും വെഡിങ്ങിനും കൂടെയാണ് കേട്ടോ എന്നെ ബുക്ക് ചെയ്തത്. മെയിലാണ് കേട്ടോ ആളുടെ വെഡിങ്. അങ്ങനെ അന്ന് കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ യാത്രയും പറഞ്ഞിറങ്ങി. ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ഫസ്റ്റ് ബ്രൈഡിനെ കാണാം. ബ്രൈഡിന്റെ പേര് ഉണ്ണിമായ എന്നാണ്. ലൊക്കേഷൻ നോക്കി പോയി ചെന്നെത്തിയത് ഈ ഒരു പാലത്തിന്റെ അടിയിലാണ്. ഇനി ഇതുവഴി വണ്ടി പോകുന്നറിയാൻ വയ്യാത്തോണ്ട് നമ്മൾ തിരിച്ചു വന്ന് ഇങ്ങോട്ട് നിന്നപ്പോൾ 2-3 വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും കൂടി ബ്രൈഡിനെ വിളിച്ച് കൺഫേം ചെയ്ത് കേട്ടോ. അങ്ങനെ നേരെ ആ റോഡ് ചെന്നെത്തിയത് ബ്രൈഡിന്റെ വീട്ടിലായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിന്റെ വീട്. സജഷൻ ചോദിച്ചപ്പോൾ എന്റെ ബ്രൈഡ് അങ്ങ് തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ ഗോപുരം വേണം, ലോട്ടസ് വേണം, ആന വേണം, ലോക വേണം, ജുംക്ക വേണം, സ്വാൻ വേണം, ഗണപതി വേണം, ഒന്നും വേണ്ട എല്ലാ എലമെന്റ്സും വേണം. അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തതിന് ഒരു ഡിസൈൻ ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ആ ഗോപുരമൊക്കെ കുറച്ച് പണിയായിരുന്നു എങ്കിലും ഞാൻ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ബ്രൈഡിന്റെ കൂട്ടുകാരി വന്നായിരുന്നു. ആളൊരു ഗിഫ്റ്റ് ഒക്കെ ബ്രൈഡിന് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ വർക്കും കംപ്ലീറ്റ് ചെയ്ത് എന്റെ ഒരു കണ്ണാടി അവിടെ മറന്നു വെച്ചാണ് കേട്ടോ ഞാൻ പോയത്. ഞാൻ അത് അറിയുന്നതോ എന്റെ വീട്ടിലെത്തി ബ്രൈഡ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ. അങ്ങനെ ആ കണ്ണാടി എടുക്കാൻ വേണ്ടി ഞാൻ ബ്രൈഡിന്റെ വീട്ടിൽ പോയത് മെഹന്തി നൈറ്റിന്റെ അന്നാണ്. അങ്ങനെ ബ്രൈഡിന്റെ കൈ കണ്ടാണ് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയത്. അടിപൊളിയായിട്ട് സ്റ്റെയിൻ വന്നായിരുന്നു. നല്ല ഡാർക്ക് സ്റ്റെയിൻ ആയി. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ എന്റെ കണ്ണാടിയും വാങ്ങി ബ്രൈഡിനോട് ഫോട്ടോ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ ലൈക്കും കമന്റും ഫോളോയും ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. ടെറ്റ ബൈ ബൈ, സീ യു.